സർ, കീമോതെറാപ്പി എന്നത് എന്താണ്? അതിന് എന്തൊക്കെ പാർശ്വഫലങ്ങളാണ് ഉള്ളത്? പറയാം. അതായത് കീമോതെറാപ്പി, ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കുറേ സെല്ലുകൾ ഇങ്ങനെ അൺബേർഡൻഡായിട്ട് പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് കീമോതെറാപ്പി കുറച്ച് മരുന്നുകൾ യൂസ് ചെയ്യിച്ച് ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയും. നമ്മുടെ ശരീരത്തിൽ ഇതിനോടൊപ്പം തന്നെ നോർമലായിട്ട് സെല്ലുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതൊന്ന് നമ്മുടെ മജ്ജയിൽ, രണ്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ, മറ്റു പല ഭാഗങ്ങളിൽ ഇതുപോലെ സെല്ലുകളിങ്ങനെ. അപ്പം ഈ കീമോതെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീമോതെറാപ്പി കൊടുക്കുമ്പം ഈ സെല്ലുകളെല്ലാം കുറയും. അപ്പോൾ ആ സെല്ല് കുറയുമ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് വരും. ആ WBC കൗണ്ടും RBC കൗണ്ടൊക്കെ കുറയുമ്പം പേഷ്യൻ്റ് ഇൻഫെഷ്യസ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടും. നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനകത്തെ സെല്ലുകൾ കുറയുമ്പം ഈ സാധാരണ വരുന്ന ഡയറിയ, ഇൻഫെക്ഷൻസ് എല്ലാം വരും. അപ്പോൾ ഇതിനെല്ലാത്തിനകത്ത്, എല്ലാ സിസ്റ്റത്തിനകത്തും ഇൻവോൾവ്മെൻറ്റ് വരും. ഹാർട്ടിന് വരാം, കാർഡിയാക് ഫെയിലറായിട്ട് വരാം, പെരിഫറൽ ന്യൂറോപ്പതി, ബോട്ടിസോപ്പ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് വരാം. പിന്നെ ചില ഡ്രഗ്, ബ്ലിയോമൈസിൻ എന്ന് പറയുന്നൊരു ഡ്രഗ് ഉണ്ട്, ബ്ലിയോമൈസിന് ലങ് ടോക്സിസിറ്റി വരാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ പക്ഷേ നമുക്കത് കീമോതെറാപ്പി ഇതുവരെ കളയാനൊക്കില്ല. കാര്യം വെച്ചാൽ ടൈം ടെസ്റ്റഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ പാർശ്വഫലങ്ങൾ കുറയ്ക്കണം. ഈ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒന്ന്, ഐഡിയലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈഡ്. രണ്ട്, നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി അറിയാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ആരായും. അതായത് ഒരു കീമോതെറാപ്പി കഴിഞ്ഞ് ഒരു പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു കത്ത് കൊടുത്തു വിടും. അവർ ലോക്കൽ ഡോക്ടറെ ചെന്ന് കണ്ട് ആ ഡോക്ടറോട് അവർ സംസാരിച്ചിട്ട് അവർ പറയും അവർക്ക് ഇത്ര ദിവസം പനിയുണ്ടോ, വയറിളക്കം ഉണ്ടോ, ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടനെ മെഡിക്കൽ ഹെൽപ്പ് വേണം. മാത്രമല്ല, ഈ WBC കൗണ്ട് കുറയുമ്പം അത് കുറയാതിരിക്കാൻ വേണ്ടി, അതോ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് റിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഓരോ മരുന്നുകളുണ്ട്. പിന്നെ രണ്ട് ഡ്രഗ് ഇൻട്രാക്ഷൻസ്, രണ്ട് ഡ്രഗ് കൊടുക്കുമ്പോൾ തമ്മിൽ ഇൻട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രോബ്ലംസ് വരാതിരിക്കാൻ നോക്കും. ഡ്രഗ്സിന് തമ്മിൽ ഇൻട്രാക്ഷൻ വരാതെ ഉള്ള ഡ്രഗ്സ് നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ ആസ് മച്ച് ആസ് പോസിബിൾ കീമോ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മാത്രമല്ല, സ്ലോലി കീമോതെറാപ്പി പതുക്കെ അങ്ങ് ഫേസ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം ഇമ്മ്യൂണോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയായിട്ട് വരും.